സംസ്ഥാനത്ത് ആദ്യമായി സോളാർ സ്ഥാപിക്കുന്നതിന് ഒരു നഗരസഭ സബ്സിഡി നൽകുന്നു. മണ്ണാർക്കാട് നഗരസഭയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സോളാർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിക്ക് പുറമെ നഗരസഭയുടെ സബ്സിഡിയും ലഭ്യമാക്കുന്ന പദ്ധതികളുമായി പവർ സൈൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മണ്ണാർക്കാട് ബ്രാഞ്ച് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ മണ്ണാർക്കാട് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് ഏറ്റവും വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 ദിവസം മുമ്പാണ് വൈദ്യുതി ബില്ല് കൂടി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി. ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭയിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മണ്ണാർക്കാട് നഗരസഭ സോളാർ പ്രൊജക്റ്റിന് 500 കുടുംബങ്ങളിലേക്ക് സോളാർ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിക്കൊണ്ടൊരു പദ്ധതി വെച്ചിരുന്നു. ആ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ കമ്പനിയാണ്, പവർ സൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഓരോ ആളുകൾക്കും ഓരോ വീടിന് അനിവാര്യമായ എത്ര യൂണിറ്റ് കറണ്ട് ബില്ലുണ്ട് എന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള സോളാർ പ്രൊജക്റ്റ് ആ വീടുകളിൽ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഗ്രിഡാണ് അത് ചെയ്യുന്നത്. ഒരു 3 കിലോ വാട്ട് തുടങ്ങി അതിൻ്റെ താഴേക്കാണെങ്കിലും ശരി, ഓരോ കുടുംബത്തിനും അവരുടെ ഉപഭോഗത്തിനനുസരിച്ചുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് നഗരസഭ അതിൽ 5000 രൂപ ഒരു കുടുംബത്തിന് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലെ 500 കുടുംബങ്ങളിലേക്ക് സോളാർ പദ്ധതി എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഓരോ കുടുംബത്തിന്റെയും വൈദ്യുതി ഉപയോഗത്തിനനുസരിച്ച് സോളാർ സ്ഥാപിക്കുന്നത്. ഇതിന് മണ്ണാർക്കാട് നഗരസഭ 5000 രൂപ സബ്സിഡി നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. പവർ സൈൻ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ ബേബി ജോസ് വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസീദ, വാർഡ് കൗൺസിലർ ഹംസ കുറുവണ്ണ, യൂസഫ് ഹാജി, മാസിദ സത്താർ തുടങ്ങി മറ്റു കൗൺസിലർമാരും പവർ സൈൻ ഇന്ത്യ ലിമിറ്റഡ് കേരള ഹെഡ് ആർ അഭിലാഷ്, ഡയറക്ടർ ലിസിമോൾ ജോസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.